അപ്പോൾ ഗായ്സ്, നിങ്ങളെ മുന്നിലുള്ള കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ഷോർട്ട് ടൈം പാക്കെന്ന് ആരെ സൈൻ ചെയ്യണമെന്നുള്ളതാണ്. വിത്ത് കമ്പാരിസൺ എല്ലാം ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം. പിന്നെയുള്ളത്, നമ്മൾ ഈ 900 കോയിൻ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരു എപ്പിക്കിനെ സൈൻ ചെയ്യുന്നുള്ള ഈ ഒരു പാക്കിൽ നിന്ന് ആരെ സൈൻ ചെയ്യണം, ഇതിൽ മികച്ച പ്ലെയർ ആര് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും കമ്പാരിസണിലോട്ട് പോവാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഗെയിമിൽ പുതിയതായി ആഡായ ഷോർട്ട് ടൈം ഹെൻഡേഴ്സൺ വേഴ്സസ് റൈക്കാർഡാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടും റൈക്കാർഡിനെക്കാട്ടി നല്ലൊരു ആങ്കർമാൻ ആയിട്ടുള്ള ഒരു DMF ഹെൻഡേഴ്സൺ ആയിരിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അറ്റാക്കിങ് ആണെങ്കിൽ അറ്റാക്കിങ്, ഡിഫെൻസിങ് ആണെങ്കിൽ ഡിഫെൻസിങ്, എല്ലാവിധ സംഗതികളും ഹെൻഡേഴ്സണ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി റോഡ്രി ആയാലും ചൗമിനെ ആയാലും ആരെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു കാർഡ് ഹെൻഡേഴ്സൺ ആണ്. അടുത്തതായിട്ടുള്ളത് നമ്മളെ റോബർട്ട്സൺ വേഴ്സസ് ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടിയ സെർജിനോ ആണ്. അതിൻ്റെ സ്റ്റാറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതും ഞാൻ പറയുന്നത് ഈ ഒരു ഷോർട്ട് ടൈം കാർഡായിട്ടുള്ള റോബർട്ട്സൺ എടുക്കാനായിരിക്കും. കാരണം അറ്റാക്കിങ് കിട്ടുന്നുണ്ട്, അതുപോലെ ഡിഫെൻസിങ് കിട്ടുന്നുണ്ട്. സെർജീനെ നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഡിഫെൻസിങ് ഇല്ല ഞാൻ പറയണില്ല, ഡിഫെൻസിങ്ങും ഉണ്ട്. പക്ഷേ റോബർട്ട്സൻ്റെ അത്ര ഇല്ല. റോബർട്ട്സന് രണ്ടും ഉണ്ട്, അതുകൊണ്ട് റോബർട്ട്സൺ എടുക്കുക. പിന്നെ ഉള്ളത് ബെസ്റ്റ് ബ്ലിറ്റ്സ് ആരാണെന്നാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു CF ആയിട്ടുള്ള ഇൽമസിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ CF ഇടാതെ SS ആയിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. കാരണം കേൾ അടിക്കണമെങ്കിൽ ഇവനൊരു ഹെവി സ്ട്രൈക്കറാണ്. അപ്പോൾ നിങ്ങൾ എൽമസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു SS പൊസിഷൻ ചൂസ് ചെയ്യുക, അതേ ഞാൻ പറയണുള്ളൂ. പിന്നെ നമ്മൾ റിസാലിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, നമ്മുടെ ഈ ഫുട്ബോളിൽ ബ്ലിറ്റ്സ് ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഒരു പൊസിഷനാണ് വിങ് എന്ന് പറയുന്നത്. ആ ഒരു വിങ് ആയിട്ടുള്ള പൊസിഷനാണ് ഇവനക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേൾ അടിക്കാൻ ഒന്നും കൂടി ഇൽമസിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളത് റിസാലാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതായാലും റിസാലിനെ എടുക്കാൻ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എടുത്തു നോക്കി കളിപ്പിച്ചിട്ടേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവനേതായാലും ബോൾ കൺട്രോൾ, ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ, ആക്സലറേഷൻ എന്നീ കാര്യങ്ങളൊക്കെ ഇൽമസിനെക്കാട്ടിയും കുറച്ച് റിസാലായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇൽമസ് ഒരു ഹെവി സ്ട്രൈക്കറാണ്, കളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. CF ആയിട്ട് കേൾ അടിക്കാൻ അതിനെക്കാട്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ റിസാലിനെ ബ്ലിറ്റ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ മുന്നിലുള്ള മെയിൻ തടസ്സങ്ങളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ മുന്നിലുള്ള ഒരു കാര്യം വെച്ചാൽ, നമ്മളെ ഈ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ പാക്കിൽ നിന്ന് ആരെ സൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വാൻഡവനെയും വാൾവർഡനെയും നിങ്ങൾ എന്തായാലും എടുത്തു. കാരണം പെർഫോമൻസ് പറഞ്ഞാൽ സീനാണ്. അപ്പോൾ ഞാൻ എടുത്ത് കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിലല്ല, വേറെ അക്കൗണ്ടിലാണ്. അപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഇല്ലാത്ത പ്രശ്നം തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. മറ്റ് ഇവൻറ്റുകൾ കളിച്ചിട്ട് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ ഇവൻറ്റ് കളിക്കാത്തതാണ് പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു സ്വഭാവം തന്നെയാണ് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ ഇവൻറ്റ് കളിക്കാതെ മറ്റ് ഇവൻറ്റുകളൊക്കെ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.